ഓക്കെ. അല്ല ഇവിടെ താമസമൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ താമസം ഞാൻ അങ്ങനെ സുക്കോളേൻ്റെ ഒരു പേജൊക്കെ ഉണ്ട്, അപ്പം അങ്ങനെ കണ്ട് കോൺടാക്ട് ചെയ്താണ്. അങ്ങനെ സ്റ്റേ റെഡിയായി. പിന്നെ എല്ലാവർക്കും സ്റ്റേ ഇവിടെ ഓൾമോസ്റ്റ് വരുന്ന പിള്ളേർക്കെല്ലാം സ്റ്റേ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ചേട്ടന്മാരന്നെ. അപ്പൊ പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്യാഷ് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ ശീലക പ്രശ്നം ഉണ്ടാവുന്നത്. ഞാൻ അങ്ങനെ ചോദിക്കുന്നതല്ല, മടി പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ക്യാഷ് ജോബിന് ഇച്ചിരി ടൈറ്റുള്ള സ്ഥലമാണ്. ബട്ട് എങ്കിലും സ്റ്റിൽ അണ്ടർ ടേബിൾ കുറേ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ബെനിഫിറ്റാണ്. ഇപ്പം ഈ പറയുന്ന +2 കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് 40 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന പൈസ ഒന്നും അല്ല, 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 20 മണിക്കൂർ കൊണ്ട് അവൻ ഈ പറയുന്ന പോലെ എന്താ പറയുക, 20 മണിക്കൂറുണ്ട്. ആ 20 മണിക്കൂർ കിട്ടുന്ന മിനിമം പേയ്മെൻ്റ് ആയിരിക്കും. ആ പേയ്മെൻറ്റ് കൊണ്ട് തന്നെ നാട്ടിൽ ലോൺ ഉണ്ടെങ്കിൽ അതടയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അവന് വണ്ടി ഉണ്ടെങ്കിൽ, കാരണം വണ്ടി ഇല്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പിന്നെ മറ്റേ ഈ പറയുന്ന പോലെ ഫോൺ ബില്ല്, ഗ്രോസറി എല്ലാം കഴിയുമ്പോൾ ഒന്നും പറ്റില്ല. അപ്പം പൊതുവെ ചില കുട്ടികളാണെങ്കിലും ക്യാഷ് ജോബ് ചെയ്യുന്ന പിള്ളേർ ഇവിടെ ഉണ്ട്, ഇല്ലെന്നല്ല ഉണ്ട്. പക്ഷേ ക്യാഷ് ജോബ് കിട്ടി. കാരണം ഞാനൊക്കെ വന്ന സമയത്തൊക്കെ വിന്റർ സമയത്താണ് വന്നത്. അപ്പോൾ ഞങ്ങളപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ഇവിടെ സ്റ്റേ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അന്നൊന്നും ഞങ്ങൾക്ക് കൂടുതൽ ഐഡിയ ഇല്ല ഏതൊക്കെ ക്യാഷ് ജോബാണ് അവിടെയൊക്കെ ഉള്ളത്. പക്ഷേ സമ്മറായി തുടങ്ങിയപ്പോൾ കൂടുതൽ കൺസ്ട്രക്ഷൻ ഫീൽഡും അങ്ങനെയുള്ളതൊക്കെ ഓപ്പണായി. അപ്പോൾ അവിടെയൊക്കെ പിള്ളേരെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജോലി ക്യാഷ് ജോബ് കിട്ടിയിട്ടുമുണ്ട്. അഭിച്ചോടൊരു ചോദ്യം, അതായത് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ നമ്മളിപ്പം +2 കഴിഞ്ഞ് വരുന്ന പിള്ളേരുണ്ടാവും, പെൺപിള്ളേരുണ്ടാവും. അതുപോലെ കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർ ജോലി ചെയ്തിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഗേൾസിനെയൊക്കെ ഇങ്ങോട്ട് വിടുമ്പോൾ സ്വാഭാവികമായിട്ട് പേരൻസിനൊക്കെ ഒരു ചെറിയ പേടിയുണ്ട്. അപ്പം അഭിക്ക് ഇവിടെ വന്നു എത്ര കൊല്ലമായി വന്നിട്ട്? 3 ഇയറാണ്. അപ്പോൾ ഓക്കെ, ആ 3 ഇയറിൽ ഈ പറഞ്ഞ പോലെ 3 ഇയർ കൊണ്ട് അഭിക്ക് കാനഡ എന്നുള്ള രാജ്യത്തെ പറ്റി തോന്നിയ ഒരു കാര്യം, അതായത് സേഫ്റ്റി എല്ലാം നമ്മളത് പറയുന്നതല്ലോ. കാരണം അവർക്ക് ആഗ്രഹമുണ്ട്, നാട്ടിലുള്ളവർക്ക് ഒരു ഗേൾ തന്നെ പറയുമ്പോൾ അവർക്ക് അറിയാം. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്നത് ഗേൾസിൻ്റെ സേഫ്റ്റി എന്തുമാത്രമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജോലി സ്ഥലങ്ങളിൽ അവരെന്തുമാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ സെക്യൂറാണ്, അതെല്ലാം അവരോടൊന്ന് പറയുകയാണെങ്കിൽ അവർക്കറിയാം. കാരണം നിങ്ങൾ ഓൾറെഡി ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ആണ്. സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മളിപ്പോ ജോലിക്ക് ഞാനിവിടെ വന്നിട്ട് നവംബറിൽ വന്നെങ്കിൽ ഞാൻ സൂല് വരുന്നത് ജാനിലാണ് 2018. ഒരു ഏപ്രിലായപ്പോൾ കോളേജിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ കിട്ടി, ജോലി തുടങ്ങി. ജോലി പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് മാനേജേഴ്സ് തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സേഫ് അല്ലാതെ തോന്നുകയാണെങ്കിൽ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറയും. പിന്നെ നമ്മുടെ ഓണേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് പറയും എങ്ങോട്ട് പോകണമെങ്കിലും ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, പുതിയ സ്ഥലത്ത് വന്നതിൻ്റെ ഒരു ഇതും കൂടെ അവർ പറയും എവിടെ പോണെങ്കിലും പറഞ്ഞാൽ മതി ആക്കാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാനൊക്കെ വന്ന സമയത്ത് ആ കൂടി 8-9 മലയാളീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം ആൾക്കാരെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗേൾസ് ഉണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും ലോൺലിനെസ് അല്ലെങ്കിൽ ഇച്ചിരി വീട്ടിൽ നിന്ന് വിട്ടിക്കണ പ്രശ്നം ഇല്ലെങ്കിലും, പക്ഷെ നമുക്ക് 12th കഴിഞ്ഞ് ഞാൻ നാട്ടിലായാലും എവിടേക്കും അധികം അങ്ങനെ പോവാറില്ല, പുറത്തേക്കൊന്നും ഇറങ്ങാത്ത ഒരു കുട്ടിയായിരുന്നു. പിന്നെ നേരിട്ട് കാനഡ വന്ന് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അധികം വീട് നന്നായി മിസ് ചെയ്തായിരുന്നു. പിന്നെ ടൊറന്റ് ഒന്നും പോലെ അത്ര വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലം അല്ലാത്തതുകൊണ്ട് കാണാൻ അത് ഇപ്പൊ ഒരു 3 ഇയർ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാനേ ഇഷ്ടമല്ല. കാരണം ഭയങ്കര സാധാരണ എല്ലാവരും പറയുന്നുണ്ട്, അത് ഇതൊരു കോൺട്രവേഴ്സി ആയിട്ടൊന്നും അല്ല എങ്കിലും പറയുന്നുണ്ട്, നാട്ടിൽ നിന്ന് ഇങ്ങനെ ഫ്രീഡം കിട്ടാതിരിക്കുന്നത് പെൺപിള്ളേരെല്ലാം ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താ പറയുക തലതെറിച്ചു പോവാന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നമ്മളെങ്ങനെയാവുന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്ത് ചെയ്യണം ചെയ്യാതിരിക്കണം അതൊക്കെ നമ്മുടെ തന്നെ കയ്യിലിരിപ്പാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. പ്രത്യേകിച്ച് വേറൊന്നും. എന്നാലും ഒരു 90% ആൾക്കാർ ഇവിടെ വരുന്നവരെ നാട്ടിലെ പോലത്തെ ഒരു മെന്റാലിറ്റി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഫീസ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ ലോൺ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് അവർ വർക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൂടുതലും ഞാൻ കണ്ടേക്കുന്ന ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ അവർ ഫീസ് അടയ്ക്കുന്നത്. എനിവേ ഇത്ര നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ജയ ആൻഡ് ജയുടെ വക നന്ദി.